Hello everyone, welcome to Kids Area Online. Class 5 കേരള പാഠാവലി ഓണം എക്സാം ആണ് നാളെ. എല്ലാവരും എക്സാമിനായിട്ട് പഠിച്ചോ? യെസ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക്, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈനായി ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങളുടെ ക്ലാസ് ഉണ്ടാകും, വിഷയം എഴുതിയിട്ടുണ്ടാവും. കേരള പാഠാവലിയാണ് നാളത്തെ എക്സാം. സമയം 2 മണിക്കൂർ 15 മിനിറ്റാണ് സമയം വരുന്നത്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ എക്സാം എഴുതി തുടങ്ങുന്നതിന് മുൻപ് വായിച്ചു നോക്കണം. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. 6 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. 6 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും ഉപചോദ്യങ്ങൾ ഉണ്ടാകും. ABC, അതിനെല്ലാത്തിനും ഉത്തരം നൽകണം. 2 പ്രവർത്തനം വീതം നൽകിയിട്ടുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം എഴുതിയാൽ മതി. ഇത് അല്ലെങ്കിൽ ബി എഴുതുക, എ അല്ലെങ്കിൽ ബി എഴുതുക. ഒന്നുകിൽ എ എഴുതാം അല്ലെങ്കിൽ ബി എഴുതാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കേരള പാഠാവലി ചോദ്യം വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 1ാമത്തെ ചോദ്യം സംഭാഷണം എഴുതാനാണ്. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാമീ മഴ, കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. മഴയെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ് വായിച്ചത്. പെയ്തിറങ്ങുന്ന മഴയോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? നിങ്ങളും മഴയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ തുടക്കം നൽകിയിട്ടുണ്ട്. കുട്ടി ഞാൻ പറയാണ്, ഹായ് മഴേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ മഴ പറയാണ്, ഒന്ന് പെയ്യാൻ ഞാനും. അപ്പോൾ ഇതാണ് സംഭാഷണത്തിൻ്റെ തുടക്കം. ബാക്കി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പൂർത്തിയാക്കാം. ഇവിടെ ടീച്ചർ ഒരു 5 പ്രാവശ്യം ഞാൻ മഴ ഇങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എഴുതണം, കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ സംഭാഷണം എങ്ങനെ എഴുതാൻ നോക്കാം. മഴയും നിങ്ങളും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ മഴയും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നൊരാശയം നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടും. ഞാൻ, ഹായ് മഴേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മഴ, ഒന്ന് പെയ്യാൻ ഞാനും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? മഴ പറയുകയാണ്, ഞാൻ വേറൊരു നാട്ടിൽ പെയ്യുകയായിരുന്നു. ഞാൻ പറയുകയാണ്, ഇവിടെ ഭയങ്കര ചൂടായിരുന്നു, ചെടികളെല്ലാം വാടിപ്പോയി. അപ്പോൾ മഴ പറയാണ്, ഇനി പേടിക്കേണ്ട, ഞാൻ എല്ലാവരെയും കുളിർപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് തണുപ്പിക്കാം എന്നും എഴുതാം. ഞാൻ, പക്ഷേ നീ പെയ്യുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്, കുട പിടിച്ചാലും നനയും. അപ്പോൾ മഴ പറയാണ്, അയ്യോ പതുക്കെ പെയ്താൽ എല്ലാവർക്കും വെള്ളം കിട്ടില്ലല്ലോ, നിനക്ക് മഴയിൽ കളിക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ പറയാണ്, ഇഷ്ടമാണ്, തോണിയുണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മഴ, പിന്നെന്താ, നമുക്ക് ഒന്നിച്ച് കളിക്കാമല്ലോ. ഞാൻ, പക്ഷേ മഴ നനഞ്ഞാൽ പനി വരുമെന്ന് അമ്മ പറയും. മഴ, കുറച്ചു നേരം കളിച്ച് തല നന്നായി തുടച്ചാൽ പനി വരില്ല. ഞാൻ, എന്നാ പിന്നെ വാ നമുക്ക് കളിക്കാം. അപ്പോൾ മഴയും ഞാനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഇതിൽ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കേണ്ട എന്തൊക്കെയായിരുന്നു? മഴയോട് ചോദിക്കുകയായിരുന്നു, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? അപ്പോൾ മഴ എന്ത് മറുപടി ആയിരിക്കും പറയുക? ഞാൻ മറ്റൊരു നാട്ടിൽ പെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയാണ്, ഇവിടുത്തെ ചെടികളെല്ലാം വാടിപ്പോയി, നല്ല ചൂടായിരുന്നു, കിണറിലെ വെള്ളം വറ്റിപ്പോയി, പുഴയിലെ വെള്ളം വറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ മഴ വരുന്നല്ലോ. അപ്പോൾ മഴ പറയാണ്, ഇനി പേടിക്കേണ്ട, ഞാൻ വന്നു, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്കുള്ള വെള്ളം ഞാൻ തരാം. അപ്പം കുട്ടി പറയാണ്, മഴ പെയ്യുമ്പോൾ എനിക്ക് മടിയാണ് സ്കൂളിൽ പോകാൻ, ഞാൻ എങ്ങനെയായാലും നനയും. അപ്പോൾ മഴ പറയാണ്, പതുക്കെ പെയ്താൽ എല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും വെള്ളം കിട്ടില്ലല്ലോ, നിനക്ക് മഴയിൽ കളിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ കുട്ടി പറയാണ്, ഇഷ്ടമാണ്, തോണി ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മഴ ചോദിക്കുകയാണ്, പിന്നെന്താ നമുക്ക് കളിച്ചാലോ? അപ്പോൾ ആ കുട്ടി പറയാണ്, മഴ നനഞ്ഞാൽ പനി വരുമെന്ന് അമ്മ പറയും. മഴ എന്ത് മറുപടിയാണ് കൊടുക്കുന്നേ? കുറച്ചു നേരം കളിച്ച് തല നന്നായി തുടച്ചാൽ പനി വരില്ല.
അപ്പോൾ കുട്ടി പറയാണ്, എന്നാ പിന്നെ വാ നമുക്ക് കളിക്കാം. അപ്പോൾ ഇതൊരു ആശയം കിട്ടിയല്ലോ. ഈ ആശയം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? മഴയും കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ ചോദിച്ചാൽ, സംഭാഷണം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ഈ ഒരു ആശയം കിട്ടിയാൽ മതി. ഇതുപോലെ തന്നെ എഴുതണ്ട. ഈ ആശയം വെച്ച് നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസ് വേണമല്ലോ ആശയത്തിനായിട്ട്. ഈ ആശയം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സംഭാഷണം ചോദിച്ചാൽ എഴുതാം. വായിക്കാം, ഉത്തരം എഴുതാം. വായിക്കാം, ഉത്തരം എഴുതാം രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നുകിൽ ഒരു കവിത തന്നിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ ചോദിക്കാം, അല്ല എങ്കിൽ ഒരു ഖണ്ഡിക തന്നിട്ട് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ചോദിക്കാം. ഇവിടെ കാട് എന്നൊരു കവിതയാണ്. കാടിലുണ്ട് പാട്ടു തേടിയും കാട്ടുപൂവിൻ മാനസം, പൂവിലുണ്ട് മൂളിയെത്തും വണ്ടു തേടും തേൻകണം, കാട്ടുവള്ളികൾ നൃത്തമാടും കാറ്റിലുണ്ട് പൂമണം, കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം, മാനം തേടും മാമലകൾ മഴ നനഞ്ഞ് ആടും, ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. എവി രഘുവിൻ്റെ ചെറിയൊരു കവിതയാണ്. അപ്പോൾ ഇതിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തേൻ കണം തേടിയെത്തുന്നത് ആര്? ആരാണ്? വണ്ടു തേടും തേൻകണം. ആരാ? വണ്ട്. കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആര്? ആരെയാണ് കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത്? ആരാ? കാട്ടുപൂവിൻ മാനസം. കാടിലുണ്ട് പാട്ടു തേടിയും കാട്ടുപൂവിൻ മാനസം. ആരെയാ തേടുന്നേ? പാട്ട്. ആരെയാ? പാട്ട്. കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആരെയാ? കാടിലുണ്ട് പാട്ടു തേടിയും കാട്ടുപൂവിൻ മാനസം. പാട്ടു തേടി കാട്ടുപൂവിൻ മാനസമുണ്ട്. ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്? ആരുടെ പാട്ടിലാ? കുഞ്ഞുമൈന പാട്ടിലല്ലോ മുളകളാടും ഈണം. അപ്പൊ ആരുടേതാ? കുഞ്ഞുമൈന പാട്ടിലല്ലോ. കുഞ്ഞുമൈനയുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്. മാമലകൾ മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്ത്? മാമലകൾ, മാനം തേടും മാമലകൾ മഴ നനഞ്ഞ് ആടും. അപ്പോൾ മാമലകൾ മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്ത്? വണ്ടിൻ കൂട്ടങ്ങൾ മൂളിയെത്തുന്നത്, ആന നരികൾ കൂട്ടമായി എത്തുന്നത്, മഴയത്ത് മാമലയിലെ മരങ്ങളാടുന്നത്, വണ്ടു തേടുന്നത്. എന്താ? മഴയത്ത് മാമലയിലെ മരങ്ങൾ ആടുന്നതിനാണ് മാമലകൾ മഴ നനഞ്ഞാടും എന്ന് കവി ഉദ്ദേശിക്കുന്നത്. ആന നരികൾ കൂട്ടമായി തേടിയെത്തുന്നതെന്തിനെ? ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. ആരെയാ? അരുവിയെ. ആനനരികൾ കൂട്ടമായി തേടിയെത്തുന്നത് എന്തിനെ? അരുവിയെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കവിത തന്നിട്ട് ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അർത്ഥം കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ ചോദിക്കും. ഒരു വാക്ക് തന്നിട്ട്, ഇപ്പോൾ വണ്ട് എന്നുണ്ട്, വണ്ടിന് മറ്റൊരു വാക്ക് തന്നിട്ട് അതിൻ്റെ അർത്ഥം, അതിൻ്റെ മറ്റൊരു പദം കണ്ടെത്തുക. ഇപ്പോൾ വനം, വനത്തിന് മറ്റൊരു പദം കണ്ടെത്തുക. കാട്. അപ്പോൾ അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഇനി വായിക്കാം, ഉത്തരം എഴുതാം. ഒരു ഖണ്ഡിക തന്നിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഗ്രാമത്തിലെ പച്ചപ്പു നിറഞ്ഞ നെൽവയലുകൾ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം ലഭിക്കും. ഈ വയലുകളിൽ പലതരം പക്ഷികളും കീടങ്ങളും ജീവിക്കുന്നു. മഴക്കാലത്ത് വയലുകൾ വെള്ളം കൊണ്ട് നിറയുന്നു. അപ്പോൾ തവളകൾ കരയാൻ തുടങ്ങും. കർഷകർ രാവും പകലും വയലിൽ പണിയെടുക്കുന്നു. നല്ല വിളവ് ലഭിക്കാനായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പോൾ ഇത് മനസ്സിലായോ? ഗ്രാമത്തിലെ പച്ചപ്പു നിറഞ്ഞ നെൽവയലുകൾ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം ലഭിക്കും. ഈ വയലുകളിൽ പലതരം പക്ഷികളും കീടങ്ങളും ജീവിക്കുന്നു. മഴക്കാലത്ത് വയലുകൾ വെള്ളം കൊണ്ട് നിറയുന്നു. അപ്പോൾ തവളകൾ കരയാൻ തുടങ്ങും. കർഷകർ രാവും പകലും വയലിൽ പണിയെടുക്കുന്നു. നല്ല വിളവ് ലഭിക്കാനായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. ഈ ഒരു ഖണ്ഡികയിൽ നിന്നും 4 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, 1. നെൽവയലുകൾ കാണുമ്പോൾ മനസ്സിന് വിഷമം തോന്നും. 2. തവളകൾ വേനൽക്കാലത്താണ് കരയുന്നത്. ഒന്നാമതൊരു പ്രസ്താവന നൽകിയിട്ടുണ്ട്, രണ്ടാമതൊരു പ്രസ്താവന നൽകിയിട്ടുണ്ട്. 1, 2 എന്ന് നൽകിയിട്ടുള്ളത് ഈ ഖണ്ഡികയിലുള്ള 2 പ്രസ്താവനകളാണ്. ചിലപ്പോൾ പ്രസ്താവന ശരിയായിട്ടായിരിക്കും നൽകിയിട്ടുണ്ടാവുക, ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കാം. ഈ പ്രസ്താവനകളിൽ ശരി ഏത്? ഒന്നാമത്തേത് മാത്രമാണോ ശരി? രണ്ടാമത്തേത് മാത്രമാണോ ശരി? അല്ലെങ്കിൽ 1ഉം 2ഉം തെറ്റാണോ? അല്ലെങ്കിൽ 2 പ്രസ്താവനകളും ശരിയാണോ എന്ന് കണ്ടെത്തി എഴുതുക. ABCD ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി ഉത്തരം. അപ്പോൾ നെൽവയലുകൾ കാണുമ്പോൾ മനസ്സിന് വിഷമം തോന്നുമെന്നാണോ?
നെൽവയലുകൾ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം ലഭിക്കും. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. തവളകൾ വേനൽക്കാലത്താണ് കരയുന്നത്. ആണോ? വയലുകൾ വെള്ളം കൊണ്ട് നിറയുന്നു, അപ്പോൾ തവളകൾ കരയാൻ തുടങ്ങും. വേനൽക്കാലത്താണോ വയലുകൾ വെള്ളം കൊണ്ട് നിറയുന്നത്? അല്ല, മഴക്കാലത്താണ്. അപ്പോൾ രണ്ടാമത്തതും തെറ്റ്. അപ്പോൾ 1ഉം 2ഉം തെറ്റ് എന്നതാണ് ശരി ഉത്തരം. 2ഉം തെറ്റ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ശരിയായവ തമ്മിൽ യോജിപ്പിക്കുക. നിങ്ങളൊന്ന് യോജിപ്പിച്ചേ. നെല്ല്, വളം, വെള്ളം, കള. ഇവിടെ കർഷകന്റെ കാര്യങ്ങളാണ്. കർഷകനോട് എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്? നെല്ല് കൊണ്ട് എന്താ കർഷകൻ ചെയ്യുക? പറിക്കുക, നെല്ല് പറിക്കുക, നെല്ല് നനയ്ക്കുക, നെല്ല് കൊയ്യുക, നെല്ല് ചേർക്കുക. ഏതായിരിക്കും ശരി? നെല്ല് കൊയ്യുക. വളം കൊണ്ട് എന്താ ചെയ്യുക കർഷകൻ? പറിക്കുക, നനയ്ക്കുക, ചേർക്കുക. വളം ചേർക്കുക. വെള്ളം കൊണ്ട് എന്താ ചെയ്യുക? വെള്ളം പറിക്കുക, വെള്ളം നനയ്ക്കുക. ഏതാണ് ശരി ഉത്തരം? വെള്ളം നനയ്ക്കുക. കർഷകൻ കളയെ എന്താ ചെയ്യുക? കള പറിക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ വന്നാൽ ശരിയായിട്ട് തന്നെ എഴുതണം. ഓക്കെ. ഇതുപോലെ വരയ്ക്കാനായിരിക്കില്ല നൽകിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് 1D, 2A, 3C, 4B ഇങ്ങനെ ഓപ്ഷൻസ് തരും. ഇതിലേത് ഓപ്ഷനാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതിയാൽ മതി. ഓക്കെ. സി ക്വസ്റ്റ്യൻ. നെൽവയലുകൾക്ക് പച്ച നിറമാണ്. കർഷകർ വയലുകളിൽ പണിയെടുക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? നെൽവയലുകൾക്ക് പച്ച നിറമാണ് എന്നതാണ് ഒന്നാമത്തെ പ്രസ്താവന. ശരിയാണോ? പച്ചപ്പു നിറഞ്ഞ നെൽവയലുകൾ. അപ്പോൾ നെൽവയലുകൾക്ക് എന്ത് നിറമാണ്? പച്ച നിറമാണ്. ഓക്കെ, അത് ശരിയാണ്. കർഷകർ വയലുകളിൽ പണിയെടുക്കുന്നു. കർഷകർ രാവും പകലും വയലിൽ പണിയെടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ഒന്നാമത്തേത് തെറ്റ്, ഓപ്ഷൻ ബി രണ്ടാമത്തേത് തെറ്റ്, ഓപ്ഷൻ സി ഒന്നാമത്തേത് ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരി. 1ഉം 2ഉം ശരിയാണ്. ഗദ്യഭാഗത്തെ സൂചന പ്രകാരം നെൽവയലുകളിൽ ജീവിക്കുന്നത് ആരൊക്കെ? ഇവിടെ നെൽവയലുകളിൽ ജീവിക്കുന്നത് ആരൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ആരാ? പലതരം പക്ഷികളും കീടങ്ങളും വയലുകളിൽ ജീവിക്കുന്നു. വയലുകളിൽ പലതരം പക്ഷികളും കീടങ്ങളും ജീവിക്കുന്നു. അപ്പോൾ ഏതാണ് ഉത്തരം? പക്ഷികളും കീടങ്ങളും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ 2 രീതിയിൽ വായിക്കാം, ഉത്തരം എഴുതാം എന്ന് ചോദിക്കാം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു പദ്യം തന്നിട്ടായിരിക്കും, കവിത തന്നിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ഖണ്ഡിക ഇതുപോലെ, അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഏതായാലും തെറ്റാണ്ട് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. ഇനി അതുപോലെ നിങ്ങൾക്കിത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണേ. വായിക്കാം എഴുതാം എന്നുള്ളതിൽ ഇത് നമ്മളിപ്പോൾ നോക്കിയതുപോലത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല, എങ്കിലും പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ സുഖമാണ്. പുലരുന്നതിന് മുമ്പേ അനേകം പക്ഷികളുടെ ശബ്ദം ഇടകലർന്നു കേൾക്കാം. വെളുപ്പാൻ കാലത്ത് ഉണർന്ന് ശ്രദ്ധിക്കുന്നവർക്ക് എത്രയോ ആനന്ദത്തിനുള്ള വകയുള്ള സംഗീതമാണത്. പൂവൻ കോഴിയുടെ കൂവൽ മുന്നിട്ടു നിൽക്കും. ഉറക്കം ഉണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണത്. അതിനോടൊത്ത് അനേകം കാക്കകളുടെ ക്രാ ക്രാ എന്ന വിളിയും മുഴങ്ങും. ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ ഉക്കുക്കുക്കു എന്ന് സുശബ്ദം പുറപ്പെടുവിക്കും. പുലർക്കാലത്ത് കുജനം ചെയ്യുന്ന പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാത്തിപ്പുള്ള്. അപ്പോൾ പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന, കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. രണ്ടാമത്തെ പ്രസ്താവന, ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ. ഈ പ്രസ്താവനകളിൽ ശരിയായത് ഒന്നാമത്തേത് മാത്രമാണോ ശരി, രണ്ടാമത്തേത് മാത്രമാണോ ശരി, രണ്ടും തെറ്റാണോ, രണ്ടും ശരിയാണോ? കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല. കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല, ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരി. ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ. പൂവൻ കോഴിയുടെ കൂവൽ മുന്നിട്ട് നിൽക്കും. ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണത്. അതും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും ശരി, രണ്ടാമത്തെ പ്രസ്താവനയും ശരി. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ നമ്മൾ ശരിയായിട്ട് കണ്ടെത്തും? ഓപ്ഷൻ ഡി, രണ്ടും ശരി. ബി ചോദ്യം, ചില പക്ഷികളുടെയും അവയുടെ ശബ്ദങ്ങൾ നൽകിയിരിക്കുന്നു. ഇതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നത്. ഓപ്ഷൻ തരും, ഇതേതാണ് ശരിയാ കണ്ടെത്തുക. കാക്ക, കാക്ക ഏതാണ്? ക്രാ ക്രാ, അപ്പോൾ ബി ആണ്. ഓക്കെ.
പൂവൻ കോഴി. പൂവൻ കോഴി ഏതാ? പൂവൻ കോഴി കൊക്കര കൊക്കരക്കോ. ചെമ്പോത്ത് ഏതാ? ഉക്കു കുക്കു, അതാണ്. കുയിലേതാ? കൂ കൂ. അപ്പോൾ ഇതിലേതാ ശരി ഉത്തരം? ബി. 1B. ഒന്നാമത്തത് ക്രാ ക്രാ, രണ്ടാമത്തത് സി കൊക്കരക്കോ, മൂന്നാമത്തത് എ ഉക്കു കുക്കു, നാലാമത്തത് ഡി കൂ കൂ. ഓക്കെ, ഇങ്ങനെ തന്നാലും ശരി ഉത്തരം കണ്ടെത്തി എഴുതുക. സി ക്വസ്റ്റ്യൻ. ഉപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത്, കാക്കയുടെ മറ്റൊരു പേരാണ് ഉപ്പൻ. ശരിയായ പ്രസ്താവന ഏത്? ഉപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത്. ശരിയാണ്, ഒന്നാമത് ശരിയാണ്. ഉപ്പൻ്റെ എഴുതി, ചെമ്പോത്തിൻ്റെ ബ്രാക്കറ്റിൽ ഉപ്പൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. കാക്കയുടെ മറ്റൊരു പേരാണ് ഉപ്പൻ, ശരിയാണോ? തെറ്റ്. അപ്പോൾ 1 ശരി 2 തെറ്റ്. അപ്പോൾ ഒന്നാമത്തേതാണ് ശരി, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ഒന്നാമത്തേതാണ് ശരി. ഗദ്യഭാഗത്തെ സൂചന പ്രകാരം വെളുപ്പാങ്കാലത്തെ ആനന്ദം ലഭിക്കുന്നത് ആർക്കാണ്? പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക് എന്നാണ് ആ ഗദ്യഭാഗത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ്വാദനക്കുറിപ്പ്. എത്ര കിളിയുടെ പാട്ടറിയാം എന്നൊരു കവിതയാണ്. പി മധുസൂദനന്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്നൊരു കവിതയാണ്. അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം, അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. പി മധുസൂദനന്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്നൊരു കവിത. ഇതിൽ എത്ര കിളിയുടെ പാട്ടറിയാം വെറുതെ പറഞ്ഞു നോക്കൂ. എത്ര മരത്തിന് തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിന് രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. നമ്മൾ അറിഞ്ഞിടുമ്പോഴും നമുക്ക് വീണ്ടും അറിയാം, ഇനിയും അറിയാൻ ഒത്തിരി ബാക്കിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കവിതാ ഭാഗത്തിൻ്റെ ആശയം വായിച്ച് മനസ്സിലാക്കിയില്ലേ? ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ആശയം മനസ്സിലായല്ലോ. നമുക്കെല്ലാം അറിയാനായിട്ട് കഴിയില്ല, ഇനിയും അറിയാൻ ഒത്തിരി ഒത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കാം? ആദ്യം എഴുതിയ ആളുടെ പേരെഴുതുക. പി മധുസൂദനൻ രചിച്ച എത്ര കിളിയുടെ പാട്ടറിയാം എന്ന മനോഹരമായ കവിത പ്രകൃതിയുടെ അനന്തതയെക്കുറിച്ചും മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതികളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ആര് രചിച്ചു, ഏത് കവിത, അതിൻ്റെ ആശയം എന്താണ്. ഓക്കെ, അപ്പോൾ പി മധുസൂദനൻ രചിച്ച എത്ര കിളിയുടെ പാട്ടറിയാം എന്ന മനോഹരമായ കവിത പ്രകൃതിയുടെ അനന്തതയെക്കുറിച്ചും മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതികളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് വീണ് കഴിഞ്ഞു. എഴുതിയ ആള്, എഴുതിയ രചന ഏതാണ്, അടുത്തെന്താ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് വീണ് കഴിഞ്ഞു. പ്രകൃതിയിലെ ശബ്ദങ്ങളും രുചികളും മണങ്ങളും തണലുമെല്ലാം നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് കാര്യങ്ങൾ ഇനി നമ്മൾ അറിയാനായി ബാക്കി കിടക്കുന്നു എന്ന് കവി ചോദ്യാവലിയിലൂടെ വെളിപ്പെടുത്തുന്നു. പ്രകൃതിയിലെ ശബ്ദങ്ങൾ, രുചികൾ, മണങ്ങൾ, തണൽ, ഇതൊക്കെ നമ്മൾ ആ കവിതയിലുള്ളതാണ്. പ്രകൃതിയിലെ ശബ്ദങ്ങളും രുചികളും മണങ്ങളും തണലുമെല്ലാം നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് കാര്യങ്ങൾ ഇനി നമ്മൾ അറിയാനായി ബാക്കി കിടക്കുന്നു എന്ന് കവി ചോദിക്കുന്നു. ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ അറിഞ്ഞിടുമ്പോൾ അറിയാൻ നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി എന്നതാണ്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ നാം എത്രത്തോളം കൂടുതലായി അറിയുന്നുവോ അത്രത്തോളം ഇനിയും അറിയാൻ ബാക്കിയുണ്ടെന്ന വലിയൊരു തിരിച്ചറിവ് ഈ വരികൾ സമ്മാനിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട വരി എഴുതുക. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. ഇതാണ് ഇഷ്ടപ്പെട്ട വരി. എന്തുകൊണ്ടാണ് ഈ വരി ഇഷ്ടപ്പെടാനുള്ള കാരണം? പ്രകൃതിയെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ നാം എത്രത്തോളം കൂടുതൽ അറിയുന്നുവോ അത്രത്തോളം ഇനിയും അറിയുവാൻ ബാക്കിയുണ്ടെന്ന ഒരു തിരിച്ചറിവ് ഈ വരികൾ സമ്മാനിക്കുന്നു. പ്രകൃതിയുടെ അപാരതയ്ക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും ഉള്ളിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട വിനയത്തെക്കുറിച്ചും മനോഹരമായി ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ വരികൾ എനിക്ക് പ്രിയപ്പെട്ടതാകുന്നത്. പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ വളരെ നിസ്സാരനാണ്, ഉള്ളിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട വിനയത്തെക്കുറിച്ചും ഈ കവിതയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ വരികൾ എനിക്ക് പ്രിയപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. പാഠഭാഗത്ത് നിങ്ങൾ ധാരാളം കടങ്കഥകൾ പരിചയപ്പെട്ടു. കടങ്കഥകളുടെ ഭാഷയും
ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിൻ്റെ ഭംഗിയുമൊക്കെ തിരിച്ചറിയുകയും ചെയ്തു. 1000 തിരിയിട്ടു കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ഉത്തരം സൂര്യൻ. ഈ കടങ്കഥയ്ക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കുവാനുള്ള കാരണം എന്തായിരിക്കും? വിശദീകരിച്ച് കുറിപ്പ് എഴുതുക. അപ്പോൾ കടങ്കഥയുടെ ഭംഗിയെക്കുറിച്ച് എഴുതാൻ ചോദിക്കും, വിശദീകരിച്ച് എഴുതാൻ ചോദിക്കും. ഏതെങ്കിലും ഒരു കടങ്കഥയെക്കുറിച്ച് വിശദീകരിച്ച് എഴുതാൻ ചോദിച്ചാലും നിങ്ങൾക്കിത് ഉൾപ്പെടുത്താം. അപ്പോൾ ടീച്ചർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി എന്നതാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന കടങ്കഥ. അപ്പോൾ ഇതെന്താണ്? ആദ്യം കടങ്കഥയുടെ ഭാഷയും അതിൻ്റെ ഭംഗി എന്താണെന്ന് നോക്കാം. പ്രകൃതിയിലെ വസ്തുക്കളെയോ അനുഭവങ്ങളെയോ ഉപമകളിലൂടെയും സൂചനകളിലൂടെയും ഒളിച്ചു വെച്ച് അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപമാണ് കടങ്കഥകൾ. പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ അനുഭവത്തെ എന്ത് ചെയ്യുന്നു? ഉപമകളിലൂടെയും സൂചനകളിലൂടെയും ഒളിപ്പിച്ച് വെച്ചിട്ട് അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപമാണ് കടങ്കഥ. മനസ്സിലായോ? പ്രകൃതിയിലെ വസ്തുക്കളെയോ അനുഭവങ്ങളെയോ ഉപമകളിലൂടെയും സൂചനകളിലൂടെയും ഒളിച്ചു വെച്ച് അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപമാണ് കടങ്കഥകൾ. പുറമേ കാണുന്ന വരികൾക്കപ്പുറം അവയിൽ അടങ്ങിയിരിക്കുന്ന ആശയപരമായ സാദൃശ്യങ്ങളാണ് ശരിയായ ഉത്തരത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. പുറമേ കാണുന്ന വരികൾക്കപ്പുറം, നമ്മൾ വായിച്ചു നോക്കുന്ന വരികൾക്കപ്പുറം അവയിൽ അടങ്ങിയിരിക്കുന്ന ആശയപരമായ സാദൃശ്യങ്ങളാണ് ശരിയായ ഉത്തരത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. ഈ കടങ്കഥകളിൽ വരികളുടെ നേരർത്ഥമില്ല. ഈ കടങ്കഥകളുടെ വരികളിൽ കറക്റ്റ് അർത്ഥമില്ല, മറിച്ച് സാദൃശ്യങ്ങളാണ് ഉത്തരത്തിലേക്ക് വഴികാട്ടുന്നത്. ഇത്തരം പ്രയോഗങ്ങളാണ് കടങ്കഥകൾക്ക് ഭംഗിയും രസവും നൽകുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കി. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്കിയേ? വായിച്ചു നോക്കിയോ? അപ്പോൾ നമ്മൾ പഠിച്ച കടങ്കഥയെക്കുറിച്ച് എന്താണ് അതിനെ വിവരിച്ചെഴുതണം. അപ്പോൾ ആ കടങ്കഥയെക്കുറിച്ച് ആദ്യം അതിൻ്റെ ഭംഗിയെക്കുറിച്ചും കടങ്കഥയെക്കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ ഈ ഒരു പാരഗ്രാഫ് എഴുതുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കടങ്കഥയെ വിശദീകരിച്ച് എഴുതാൻ ചോദിച്ചാൽ എഴുതേണ്ടതാണ്. ഇപ്പോൾ ടീച്ചർ ഇവിടെ ഒരു 1000 തിരികളോട് പറഞ്ഞല്ലോ, അതാണ്. പകൽ സമയത്ത് ലോകം മുഴുവൻ പ്രകാശം പരത്തി തിളങ്ങി നിൽക്കുന്ന സൂര്യനെ വലിയൊരു പൊൻവിളക്കിനോടും അതിൻ്റെ പ്രകാശരശ്മികളെ 1000 തിരികളോടും താരതമ്യം ചെയ്തിരിക്കുന്നു. പകൽ സമയത്ത് ലോകം മുഴുവൻ പ്രകാശം പരത്തി തിളങ്ങി നിൽക്കുന്ന സൂര്യനെ പൊൻവിളക്കാട്ട് ഉപമിച്ചു. സൂര്യൻ്റെ പ്രകാശരശ്മികളെ 1000 തിരികളോട് ഉപമിച്ചു. അന്തിയായപ്പോൾ അണഞ്ഞുപോയി എന്നത് വൈകുന്നേരമായതോടെ സൂര്യൻ അസ്തമിക്കുകയും പ്രകാശം മറയുകയും ചെയ്യുന്നു. ഇത് വിളക്ക് അണഞ്ഞതുപോലെ തോന്നിപ്പിക്കുന്നു, അണഞ്ഞു പോകുന്നത് പോലെ തോന്നിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ്, നേരിട്ട് അർത്ഥം തരുന്നില്ല, എന്ത് ചെയ്യുന്നു? യഥാർത്ഥ അർത്ഥം ഒളിപ്പിച്ച് വെച്ച് അതിൻ്റെ ആശയപരമായ സാദൃശ്യം നമുക്ക് തരുന്നു അല്ലേ? അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ കടങ്കഥയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ പോയി ഇതൊന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതൊന്ന് കുറച്ച് നിങ്ങളൊന്ന് ആശയം മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൻറ്റൻസിൽ എഴുതുക. ഇവിടെ മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ജനനം, മരണം, അതുപോലെ നമ്മുടെ ബഷീറിൻ്റെ വാക്കുകൾ, സ്വയം കണ്ടെത്തുന്ന വാക്കുകൾ, പിന്നെ എഴുതിയിട്ടുള്ള കൃതികൾ, ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാത്തുമ്മയുടെ ആടുണ്ട്, മതിലുകളുണ്ട്, ഇതെല്ലാം ചേർത്തിട്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. അധിക വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. ഇതിലുള്ളത് മാത്രമല്ല, വീണ്ടും വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. എങ്ങനെ തയ്യാറാക്കാം? വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്രക്കുറിപ്പ്. മലയാള സാഹിത്യത്തിലെ അനശ്വര പ്രതിഭയും സ്നേഹത്തോടെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ മലയാള സാഹിത്യത്തിലെ അനശ്വര പ്രതിഭയും സ്നേഹത്തോടെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? എവിടെ എന്നാണ് ജനിച്ചതെന്നുള്ളത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. സ്കൂൾ പഠനകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അദ്ദേഹം തുടർന്ന് ഭാരതത്തിലുടനീളം നടത്തിയ ഈ ദീർഘയാത്രകളും വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളുമാണ് തൻ്റെ കഥകൾക്ക് പശ്ചാത്തലമാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയിലുള്ള ജീവിതാനുഭവങ്ങളും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആ കാര്യങ്ങൾ ഇതെല്ലാം ചേർത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് കഥകൾക്ക് പശ്ചാത്തലം നൽകിയിട്ടുള്ളത്. സാധാരണക്കാരുടെ ഭാഷയിൽ ഹാസ്യവും ജീവിത സത്യങ്ങളും ഇടകലർത്തി കഥ പറയുന്ന തനതായ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ശൈലി എന്താ? സാധാരണക്കാരുടെ ഭാഷയിൽ ഹാസ്യവും
ജീവിത സത്യങ്ങളും ഇടകലർത്തി കഥ പറയുന്ന തനതായ ശൈലിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേത്. ഇമിണി ബല്ലിയൊന്ന് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ മലയാളിയുടെ നിത്യഭാഷയുടെ ഭാഗമായിട്ട് മാറി. അദ്ദേഹത്തിന് ഹാസ്യമായിട്ട് കൊണ്ടുവന്ന ചില ശൈലികൾ മലയാളികളുടെ നിത്യഭാഷയുടെ ഭാഗമായിട്ട് മാറി. ബാല്യകാലസഖി, മതിലുകൾ, ശബ്ദങ്ങൾ, ഭൂമിയുടെ അവകാശികൾ, നീലവെളിച്ചം, പാത്തുമ്മയുടെ ആട് തുടങ്ങി നിരവധി പ്രശസ്തമായ കൃതികൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? ബാല്യകാലസഖി, മതിലുകൾ, ശബ്ദങ്ങൾ, ഭൂമിയുടെ അവകാശികൾ, നീലവെളിച്ചം, പാത്തുമ്മയുടെ ആട് തുടങ്ങി നിരവധി പ്രശസ്തമായ കൃതികൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ വിളിച്ചു പറഞ്ഞു. പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ വിളിച്ചു പറഞ്ഞു. തൻ്റെ വേറിട്ട കഥാപാത്രങ്ങളിലൂടെയും ലളിതമായ ഭാഷയിലൂടെയും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായി. തൻ്റെ വേറിട്ട കഥാപാത്രങ്ങളിലൂടെയും ലളിതമായ ഭാഷയിലൂടെയും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായി. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചു. 1994 ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചു. ഓക്കെ, അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് ഇവിടെ നൽകിയത്. ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് എഴുതി, എന്നിട്ട് അദ്ദേഹം ജനിച്ച കാര്യം എഴുതി, പിന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി എങ്ങനെയാണ്, എഴുതിയ കൃതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഉൾപ്പെടുത്തി. അതിനുശേഷം ആ കൃതികളിലെ പ്രധാന ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അവസാനം അന്തരിച്ചതെന്നാണെന്നും ഉൾപ്പെടുത്തി. ഓക്കെ, ഒരു മഴയ അനുഭവം എഴുതുക. ചാറ്റൽ മഴയും പേമാരിയും നമുക്കറിയാം. ചാറ്റൽ മഴ ചെറിയ മഴ, പേമാരി വലിയ മഴ. സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ മഴ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മഴയ അനുഭവം എഴുതുക. ഒരു മഴയ അനുഭവം എഴുതാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മഴ അനുഭവം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മഴ അനുഭവം എഴുതാം. ഇനി നിങ്ങൾക്ക് സംശയമുള്ളവർക്ക്, എന്ത് എഴുതുമെന്ന് സംശയമുള്ളവർക്ക് ഈ ഒരു ആശയം വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. മഴ എപ്പോഴും സന്തോഷം മാത്രം തരുന്ന ഒന്നല്ല. ചിലപ്പോഴൊക്കെ അത് വലിയ സങ്കടങ്ങളും മനസ്സിന് മായാത്ത ഓർമ്മകളും സമ്മാനിക്കാറുണ്ട്. മഴ എപ്പോഴും സന്തോഷം മാത്രം തരുന്ന ഒന്നല്ല. ചിലപ്പോഴൊക്കെ അത് വലിയ സങ്കടങ്ങളും മനസ്സിന് മായാത്ത ഓർമ്മകളും സമ്മാനിക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് കഴിഞ്ഞുപോയ പേമാരിയുടെ നാളുകളാണ്. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ നാട് മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും വഴികളും പുഴകളും ഒന്നായി മാറി. ആ ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ആളുകൾ ഭയത്തോടെ കഴിഞ്ഞുകൂടി. അപ്പോൾ കഴിഞ്ഞുപോയ പേമാരിയുടെ നാളുകളാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ നാട് മുഴുവനും വെള്ളത്തിലായി, പുഴയും വഴിയും എല്ലാം ഒന്നായിട്ട് മാറി. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഭയത്തോടെ കഴിഞ്ഞ ദിവസങ്ങളാണ്. വീട്ടുമുറ്റത്ത് പെയ്തു നിറഞ്ഞ വെള്ളവും കാറ്റിൽ കടപുഴകി വീണ മരങ്ങളും വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയ ദുരിതത്തിലായ മനുഷ്യരുടെ കാഴ്ചകളും കൺമുന്നിൽ വലിയൊരു നോവായി ഇപ്പോഴുമുണ്ട്. അപ്പോൾ വീട്ടുമുറ്റത്ത് പെയ്തു നിറഞ്ഞ വെള്ളവും കാറ്റിൽ കടപുഴകി വീണ മരങ്ങളും വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയ ദുരിതത്തിലായ മനുഷ്യരുടെ കാഴ്ചകളും കൺമുന്നിൽ വലിയൊരു നോവായി ഇപ്പോഴുമുണ്ട്. മഴ തോർന്ന് ആകാശം തെളിഞ്ഞെങ്കിലും പെയ്തൊഴിഞ്ഞ ആ പേമാരി പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ നഷ്ടങ്ങളും സങ്കടങ്ങളും പ്രകൃതിയുടെ പ്രകോപനം എത്രത്തോളം ഭയാനകമാണെന്നും എന്നെ ഓർമ്മിപ്പിച്ചു. മഴ തോർന്ന് ആകാശം തെളിഞ്ഞെങ്കിലും പെയ്തൊഴിഞ്ഞ ആ പേമാരി പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ നഷ്ടങ്ങളും സങ്കടങ്ങളും പ്രകൃതിയുടെ പ്രകോപനം എത്രത്തോളം ഭയാനകമാണെന്നും എന്നെ ഓർമ്മിപ്പിച്ചു. ആ സന്തോഷവും സങ്കടവും ഇടകലർന്ന കറുത്ത മഴക്കാലം ഇന്നും മായാത്ത ഒരു നടുക്കത്തോടെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ആ സന്തോഷവും സങ്കടവും കലർന്ന കറുത്ത മഴക്കാലം ഇന്നും മായാത്ത ഒരു നടുക്കത്തോടെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മഴ അനുഭവമായി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ എഴുതാം, മഴ പെയ്തപ്പോൾ ഞാൻ തോണി ഉണ്ടാക്കി കളിച്ചു, അതെല്ലാം കഴിഞ്ഞ് അത് വലിയൊരു പേമാരിയായി മാറിയപ്പോൾ അതിൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു കാഴ്ചയായി മാറി എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഒരു ആശയം കിട്ടിയല്ലോ എഴുതാനായിട്ട്. ഒന്നും എഴുതാൻ അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ ഒരു ആശയം കിട്ടിയല്ലോ. യെസ്, നോട്ടീസ്.
സ്കൂളിൽ നടക്കുന്ന ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട നോട്ടീസ് തയ്യാറാക്കുക. തലക്കെട്ട്, ഉദ്ഘാടനം, തീയതി, അതിഥികൾ, വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം, ബഷീർ പുസ്തക പ്രദർശനം തുടങ്ങിയവ ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കാനാണ് ഹെഡിങ് കൊടുക്കണം, തലക്കെട്ട് കൊടുക്കണം. ബഷീർ അനുസ്മരണവും വായനാവാര സമാപനവും. ബഷീർ അനുസ്മരണവും വായനവാര സമാപനവും. പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ് UP സ്കൂൾ പള്ളിക്കൽ ബഷീർ അനുസ്മരണവും വായനവാര സമാപനവും സംഘടിപ്പിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന സ്കൂള് ബഷീർ അനുസ്മരണവും വായനാവാരവും സമാപനവും സംഘടിപ്പിക്കുന്നു. അന്നേ ദിവസം പ്രത്യേക അനുസ്മരണ പരിപാടികളും വായനാവാരത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ബഷീർ പുസ്തക പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. ഏവരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഇന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇന്നൊരു കാര്യം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് എഴുതുക. എന്നിട്ട് അന്നത്തെ പ്രത്യേക കാര്യങ്ങൾ, അനുസ്മരണ പരിപാടികളുണ്ട്, മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനമുണ്ട്, ബഷീർ പുസ്തക പ്രദർശനമുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുക. ഏവരെയും ഈ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് എഴുതുക. ഇനി തീയതി എഴുതുക. 2026 ആഗസ്റ്റ് 13 വ്യാഴം. സമയം രാവിലെ 10 മണി. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. തീയതി, സമയം, സ്ഥലം എഴുതുക. തീയതി, സമയം, സ്ഥലം, അത് നടുക്കാട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി കാര്യപരിപാടികൾ ഉൾപ്പെടുത്താം. കാര്യപരിപാടികൾ: സ്വാഗതം സാഹിത്യവേദി സെക്രട്ടറി, അധ്യക്ഷൻ പ്രധാന അധ്യാപകൻ, ഉദ്ഘാടനം ശ്രീമതി സാറ ജോസഫ് എഴുത്തുകാരി, സമ്മാനദാനം വായനാ മത്സര വിജയികൾക്ക് PTA പ്രസിഡന്റ്, പ്രത്യേക പരിപാടി ബഷീർ പുസ്തക പ്രദർശനം, നന്ദി മലയാള വിഭാഗം അധ്യാപകൻ. ഇങ്ങനെ കാര്യപരിപാടികൾ കൂടെ എന്ത് ചെയ്യാം, അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതേണ്ട ഒരു ആശയം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എക്സാം എഴുതാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഈ ഒരു ആശയത്തിൽ എന്ത് ചെയ്യുക, എക്സാം നല്ലതുപോലെ എഴുതുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക്, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈനായി ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799.